കോൺഗ്രസ് വഞ്ചിച്ച ഭാരതത്തിൽ നിന്ന് മോദി രക്ഷിച്ച ഭാരതം വഖഫ് ഭേദഗതി കൊണ്ടുവരുന്ന നല്ല മാറ്റങ്ങൾ ഇത് എന്തിനാണ് വെല്ലുവിളിക്കപ്പെടുന്നത്? ബില്ലിൽ നേരിട്ട് പങ്കാളിത്തമില്ലാത്തവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു, പ്രകോപിപ്പിക്കുന്നു. UPA സർക്കാർ 123 സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്ത് വഖഫ് ബോർഡിന് നൽകി. വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ച് കിരൺ റിജിജുവിന്റെ വാക്കുകളാണിത്. സിജോ കോംപ്ലക്സ്, പാർലമെന്റ് മന്ദിരം എന്നിവ ഉൾപ്പെടെ നിരവധി സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് 1970 മുതൽ ദില്ലിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. അതായത് പാർലമെന്റ് ഇരിക്കുന്ന ഭൂമി അടക്കം വഖഫ് തർക്കമുണ്ടായിരുന്നു എന്ന നടുക്കുന്ന വെളിപ്പെടുത്തൽ മന്ത്രി നടത്തി. ദില്ലി വഖഫ് ബോർഡ് ഇവ വഖഫ് സ്വത്തുക്കളായി അവകാശപ്പെട്ടിരുന്നു. കേസ് കോടതിയിലായിരുന്നു. എന്നാൽ ആ സമയത്ത് UPA സർക്കാർ 123 സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്ത് വഖഫ് ബോർഡിന് കൈമാറി. ഇന്ന് ഈ ഭേദഗതി കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളിരിക്കുന്ന പാർലമെന്റ് മന്ദിരം പോലും വഖഫ് സ്വത്തായി അവകാശപ്പെടാമായിരുന്നു. പ്രധാനമന്ത്രി മോദി സർക്കാർ അധികാരത്തിൽ വന്നില്ല എങ്കിൽ നിരവധി സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യപ്പെടുമായിരുന്നു. പ്രതിരോധ വകുപ്പും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ഭൂമി വഖഫിനാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭൂമി ഇന്ത്യയിലെ വഖഫിനാണ്. ബില്ലിലെ എതിർക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും കാലം ഓർത്തുവെക്കുമെന്നും അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. മുസ്ലിങ്ങളെ 70 വർഷമായി കോൺഗ്രസ് വഞ്ചിച്ചു. തങ്ങൾ വഖഫ് ഭൂമി പാവപ്പെട്ട മുസ്ലിങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് കിരൺ റിജിജു ഉറപ്പ് നൽകി. നമ്മൾ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്തിനാണ് വെല്ലുവിളിക്കപ്പെടുന്നത്? ബില്ലിൽ നേരിട്ട് പങ്കാളിത്തമില്ലാത്തവരെ തെറ്റിദ്ധരിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിമർശനത്തെ നേരിടുകയായിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടയിൽ ഒരു മതസ്ഥാപനത്തിലും ഇടപെടാൻ സർക്കാരിന് ഉദ്ദേശമില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ ഉറപ്പു നൽകി. സർക്കാർ എല്ലാ മതസ്ഥാപനങ്ങളെയും അവയുടെ സ്വയംഭരണത്തെയും ബഹുമാനിക്കുന്നു. അവയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്നില്ല. ആവശ്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ ചില ആളുകളെ അതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പ്രതിപക്ഷ വിമർശനങ്ങൾക്കെതിരെ ബില്ലിനെ ന്യായീകരിച്ചുകൊണ്ട് റിജിജു പറഞ്ഞു. ലോക്സഭയിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് നിയമമന്ത്രി കിരൺ റിജിജു വഖഫ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംയുക്ത പാർലമെന്ററി സമിതി വിശദമായ ചർച്ച ബില്ലിന്മേൽ നടത്തി. ഇത്രയും വിശദമായ ചർച്ച ഒരു ബില്ലിന്മേലും ഉണ്ടായിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. പലയിടത്തു നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നു. വിമർശനങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. BJPക്കും കോൺഗ്രസിനും പുറമെ അവരുടെ സഖ്യകക്ഷികളും ഏപ്രിൽ 2, 3 തീയതികളിൽ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവരുടെ MP-മാർക്ക് സമാനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷം ബില്ലിനെ ശക്തമായി എതിർത്തു. ലോക്സഭയിലെ എല്ലാ SP MP-മാരോടും ഏപ്രിൽ 2-ന് ഹാജരാകാനും ചർച്ചകളിൽ പങ്കെടുക്കാനും സമാജ്വാദി പാർട്ടി ചീഫ് വിപ്പ് ധർമ്മേന്ദ്ര യാദവ് ആവശ്യപ്പെട്ടു. അതേസമയം ബില്ലിനെ കുറിച്ചുള്ള അവരുടെ തന്ത്രം ചർച്ച ചെയ്യാൻ ഇന്ത്യ ബ്ലോക്കിലെ നേതാക്കൾ ചൊവ്വാഴ്ച പാർലമെന്റിൽ യോഗം ചേർന്നു. നുണകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് പ്രതിപക്ഷത്തോട് കിരൺ റിജിജു ആവശ്യപ്പെട്ടു. മുൻപും വഖഫ് ബിൽ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നും അതിനെ നിയമവിരുദ്ധമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകും. പ്രതിപക്ഷാംഗങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് കിരൺ റിജിജു ആവശ്യപ്പെട്ടു. UPA കാലത്ത് വഖഫ് ബോർഡിന് അനിയന്ത്രിത അധികാരങ്ങൾ നൽകിയെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. സർക്കാർ ഭൂമിയിൽ പോലും വഖഫ് അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി എന്നും UPA സർക്കാർ പലതും വഖഫ് ബോർഡിന് നൽകിയെന്നും ബിൽ അവതരണ വേളയിൽ മന്ത്രി ലോക്സഭയിൽ വിമർശിച്ചു. പാർലമെന്റ് വളപ്പും വിമാനത്താവളവും വരെ വഖഫ് ഭൂമിയാണ് എന്ന് അവകാശപ്പെടുന്നു എന്ന് കിരൺ റിജിജു പറഞ്ഞു. ബില്ലിനെതിരെ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നതോടെ ബഹളം വച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് കിരൺ റിജിജു പ്രതിപക്ഷത്തോട് പറഞ്ഞു. മതപരമായ സ്ഥാപനങ്ങളിൽ കൈകടത്താനല്ല കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന് കിരൺ റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷം ഭരണഘടനയെ പോലും അംഗീകരിക്കുന്നില്ല. UPA സർക്കാർ വഖഫ് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തി. ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല വഖഫ്, വസ്തുവകകൾ പരിപാലിക്കുകയാണ് വഖഫ് ബോർഡിന്റെ ചുമതല എന്ന് കിരൺ റിജിജു പറഞ്ഞു. വഖഫ് ബോർഡിന് അനിയന്ത്രിത അധികാരം നൽകിയതിനാലാണ് പുതിയ ഭേദഗതികൾ ആവശ്യമായി വന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി. മുസ്ലിം സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന സംവിധാനമല്ല വഖഫ് ബോർഡ് എന്ന് കേരള ഹൈക്കോടതി വിധി പരാമർശിച്ച് കിരൺ റിജിജു. നിയമം മൂലം സ്ഥാപിതമായ ഭരണ സംവിധാനമാണ് വഖഫ് എന്ന് കിരൺ റിജിജു പറഞ്ഞു. എല്ലാ വിഭാഗങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം എന്നാണ് ബിൽ വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ വഖഫ് കൗൺസിലിൽ വനിതാ പ്രാതിനിധ്യം എവിടെ എന്നും റിജിജു ചോദിച്ചു. വഖഫ് കൗൺസിലിൽ 22 അംഗങ്ങളുണ്ട്. 4 അമുസ്ലിങ്ങളും 2 വനിതകളും കൗൺസിലിൽ ഉൾപ്പെടും. അമുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിം വിഭാഗത്തിലെ പിന്നോക്കക്കാരും കൗൺസിലിൽ ഉണ്ടാവണമെന്ന് മന്ത്രി പറഞ്ഞു. വഖഫ് വസ്തുവകകളുടെ പരിപാലനത്തിൽ സുതാര്യത ഉറപ്പാക്കുക തന്നെയാണ് ലക്ഷ്യമെന്ന് കിരൺ റിജിജു വ്യക്തമാക്കി. പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് എപ്പോഴും സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ബിൽ മതവുമായി ബന്ധപ്പെട്ടതല്ല, സ്വത്ത് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സുതാര്യത കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. മുസ്ലിം വിഭാഗം ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ബിൽ വളരെ വേഗത്തിൽ പാസ്സാക്കാനാണ്. രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ബില്ല് വരുന്നത്. വഖഫ് വസ്തുക്കളിൽ ഓഡിറ്റ് നടത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതി നൽകുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ റോളില്ല എന്നും കിരൺ റിജിജു വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമാനസ്.